ഹരിച്ചേട്ടാ നമസ്കാരം. നമസ്തേ. ഹരിച്ചേട്ടാ, നമ്മുടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന തന്ത്രി കണ്ഠരര് രാജീവര് ഇപ്പോൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി. ആ, അദ്ദേഹത്തിന് ഈ ജാമ്യം നൽകിയ കോടതി ആ വിധിയിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോവും. കാരണം ഒരു തെളിവുമില്ലാതെയാണ് ഈ തന്ത്രിയെ ഇങ്ങനെ പിടിച്ചകത്തിട്ട് റിമാൻഡ് ചെയ്തിരുന്നത്. അത് സത്യത്തിലൊരു അന്യായമായ കസ്റ്റഡി എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തിനാണ് ഈ തന്ത്രിയെ SIT അറസ്റ്റ് ചെയ്തത്? ഒരു തെളിവുമില്ലാതെ എന്തിന് ഒരു ക്ഷേത്രത്തിൻ്റെ, അത് ഒരു ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ, ശബരിമല അയ്യപ്പസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു നിസാര, ഒരു ചെറിയ തീർത്ഥാടന കേന്ദ്രമല്ല. തിരുപ്പതി പോലെയോ ഒക്കെയുള്ള ഒരു വലിയ കോടാനുകോടി ഭക്തർ വന്നു പോകുന്ന ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ ഈ തന്ത്രിയെ ഇതുപോലെ ഇങ്ങനെ പിടിച്ച് അകത്തിടണമെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും എന്ന് സംശയിക്കുന്നു. സത്യത്തിൽ ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചനയുണ്ടോ? എന്തിനാണ് ഈ തന്ത്രിയെ ഇങ്ങനെ ദ്രോഹിച്ചത്? നമ്മൾ പോലും തുടക്കത്തിലൊക്കെ സംശയിച്ചിരുന്നു. മാധ്യമങ്ങളൊക്കെ തന്ത്രിക്ക് പ്രതികൂലമായ രീതിയിലാണ് വാർത്തകൾ കൊടുത്തിരുന്നത്. പല കാര്യങ്ങളിലും ഈ നടപടികളിലേക്ക് കടന്ന് കോടതി അത് പരിശോധിച്ചു തുടങ്ങിയപ്പോൾ ഇതിനൊന്നും ഒരു സാധുതയുമില്ല, SIT ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾക്ക് ഒരു സാധുതയുമില്ല എന്ന് തെളിഞ്ഞു. അദ്ദേഹത്തിനെതിരെ ഒരു തെളിവുമില്ല. അങ്ങനെ അദ്ദേഹത്തെ കോടതി ജാമ്യം നൽകി ജയിലിന് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ആരാണ് ഈ ഗൂഢാലോചന നടത്തിയത്? എന്താണ് അവരുടെ ലക്ഷ്യം? തന്ത്രിയെ വേട്ടയാടുന്നതിലൂടെ ഹിന്ദു സമൂഹത്തെ വേട്ടയാടാനാണോ അവരുദ്ദേശിക്കുന്നത്? എന്താണ് അങ്ങേക്ക് ഇത് വിശകലനം ചെയ്യുമ്പോൾ എന്താണ് തോന്നുന്നത്? 40 ദിവസം ജയിലിൽ കിടന്നിട്ട് 41ാമത്തെ ദിവസം ശബരിമല തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. ഈ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി ഇറക്കിയ ഉത്തരവ്, അത് കേരളത്തിൽ വിശ്വാസികളുടെ ഇടയിലും അതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ ഇടയിൽ ഒരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ ഉത്തരവ് പ്രസക്തിയാവുന്ന, അതായത് ജാമ്യ ഉത്തരവിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അകത്താക്കപ്പെട്ട പലർക്കും ജാമ്യം ഇതിനു മുമ്പ് ലഭിച്ചു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസുവിന് ലഭിച്ചു, പത്മകുമാറിന് ജാമ്യം ലഭിച്ചെന്ന് തോന്നുന്നു, മുരാരി ബാബുവിന് ലഭിച്ചു, പിന്നെ പല ഉദ്യോഗസ്ഥന്മാർക്കും ലഭിച്ചു. പക്ഷെ ഇതിൽ ജാമ്യം ലഭിച്ച മിക്കവർക്കും 90 ദിവസം അവർ ജയിലിൽ കിടന്നതിന് ശേഷം പോലീസിന് കുറ്റപത്രം സമർപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ള സാങ്കേതികതയുടെ പേരിലാണ് സ്വാഭാവിക ജാമ്യം. പക്ഷേ കണ്ഠരര് രാജീവർക്ക് ലഭിച്ചിരിക്കുന്നത് സ്വാഭാവിക ജാമ്യമല്ല. അദ്ദേഹത്തിനെതിരെ ആ കോടതി വിധിയുടെ, എനിക്ക് തോന്നുന്നു 87ാമത്തെ പേജിൽ അവിടെ വളരെ കൃത്യമായിട്ടുണ്ട്. അതായത് ഇതിൽ ഇദ്ദേഹത്തിനെതിരെ തെളിവിൻ്റെ ഒരു കണിക പോലുമില്ല. ഇംഗ്ലീഷിലുള്ള ആ ജാമ്യ ഉത്തരവിൽ നോട്ട് ആൻ അയോട്ട ഓഫ് എവിഡൻസ് കുഡ് ബി ഫൗണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് അത് വളരെ വളരെ നീചമായ ഒരു പ്രവൃത്തിയായിരുന്നു അറസ്റ്റ്. അതിനുശേഷമാണ് സത്യം പറഞ്ഞാൽ ഈ കോടതിയുടെ ഉത്തരവാണ് സത്യം പുറത്തു പറയാൻ പലർക്കും ധൈര്യം കൊടുത്തത്. അതുവരെ പ്രശാന്ത് പറയുന്നത് പോലെ ഇദ്ദേഹത്തിനെ അന്യായമായി അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന തോന്നലുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ തയ്യാറായിട്ടില്ല. ഇദ്ദേഹത്തിന് ജയിലിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു, അദ്ദേഹത്തിന് ആൻജിയോപ്ലാസ്റ്റി, അതൊക്കെ തന്നെ നമ്മൾ കള്ളത്തരമാണെന്നുള്ള രീതിയിലാണ് പലരും വ്യാഖ്യാനിച്ചത്. സത്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം മുൻ ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് കമാൽ പാഷ അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ ഒരു നിരീക്ഷണം നടത്തി. അതായത് 2-3 വളരെ ഗൗരവമായ നിരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തി. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, ഈ ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കാര്യമായ ഒരു പങ്കുമില്ലാത്ത ഒരു കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്, അത് ദാറ്റ് എമൗണ്ട്സ് ടു ഇല്ലീഗൽ ഡിറ്റൻഷൻ, അതായത് നിയമവിരുദ്ധമായിട്ട് ഒരാളെ തടങ്കലിൽ വെക്കുന്ന പ്രവൃത്തിയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചെയ്തത്. അത് മാത്രവുമല്ല, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഇനി ഈ ശബരിമല തന്ത്രിയും കുടുംബവും അദ്ദേഹത്തെ അന്യായമായി അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വെച്ചതിനെതിരെ
ഹൈക്കോടതിയെ സമീപിച്ചാൽ അല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിച്ചാൽ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് കനത്ത തിരിച്ചടിയായിരിക്കും. അവർ അറസ്റ്റ് ചെയ്യപ്പെടും, അവർ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ഇത് വലിയ ഒരു വിഷയമായിട്ടാണ് ജസ്റ്റിസ് കമാൽ പാഷ അവതരിപ്പിച്ചത്. ഒരു വലിയ നിയമ പോരാട്ടത്തിലേക്ക് ഇത് പോകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ മറ്റ് നിയമവശങ്ങളും അദ്ദേഹം പറഞ്ഞു. അത് ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ട് ഞാൻ ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചന എന്ന ഒരു ആരോപണത്തിലേക്ക് നമുക്ക് പോകാം. അതായത് ഇവിടെ ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നത് ഇങ്ങനെ ഒരു കേസ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ അന്വേഷിക്കുക എന്ന് പറയുന്നത് തന്നെ അതിനെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യം ജസ്റ്റിസ് കമാൽ പാഷയും ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, തൽക്കാലം ഞാൻ ആ ചോദ്യം ഒന്നും ഇവിടെ ഉയർത്തുന്നില്ല, അത് ഉയർത്തേണ്ട സമയം വരും, അപ്പോൾ ഞാൻ ആ ചോദ്യം ചോദിക്കും. അതൊന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ചിലർ ചോദിച്ചേക്കാം, അറസ്റ്റ് ചെയ്ത് ആദ്യം തന്നെ ജില്ലാ കോടതിയിൽ എത്തുമ്പോൾ അവിടെ ഒരു സെഷൻസ് കോടതിയാണ്, വിജിലൻസ് കോടതി. അവിടെ എത്തിയപ്പോൾ അവിടുന്ന് എന്തുകൊണ്ട് ജാമ്യം ആദ്യം കൊടുത്തില്ല? അതിന് അദ്ദേഹം കൃത്യമായ മറുപടി പറഞ്ഞു. അതായത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം, ആ അന്വേഷണം SIT വന്നിട്ട് FIR-നോടൊപ്പം ഇദ്ദേഹം കുറ്റം ചെയ്തു എന്നൊരു സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്താൽ മതി, അല്ലാതെ തെളിവൊന്നും ഹാജരാക്കണ്ട. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ആദ്യം ജയിലിലോട്ട് റിമാൻഡ് ചെയ്തത്. പക്ഷെ ജാമ്യാപേക്ഷ വരുമ്പോൾ അങ്ങനല്ല. അപ്പോഴാണ് യഥാർത്ഥ വാദം നടക്കുന്നത്. അപ്പൊ തെളിവ് ഹാജരാക്കണം. ആദ്യം പ്രഥമ ദൃഷ്ടിയ എങ്കിലും പ്രഥമ ദൃഷ്ടിയുള്ള തെളിവല്ല ഹാജരാക്കേണ്ട യഥാർത്ഥത്തിലുള്ള തെളിവ് തന്നെയാണ്. പക്ഷെ ഏറ്റവും കുറഞ്ഞത് പ്രഥമ ദൃഷ്ടിയ ഇദ്ദേഹത്തിന് ഇതിൽ പങ്കുണ്ട് എന്ന് മനസ്സിലാക്കുന്ന തെളിവെങ്കിലും ഹാജരാക്കണം. അതും പറ്റിയില്ല. അതും പോലീസ് അപ്പോ തികച്ചും നിരുത്തരവാദപരമായിട്ടോ ആരുടെയോ ചട്ടുകമായിട്ടോ ആണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും അതിന്റെ തലവനായ SP ശശിധരനും പ്രവർത്തിച്ചതെന്നാണ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതിന്റെ പിന്നിൽ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഒക്കെ അവരെല്ലാം പറയുന്നത് ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. എന്താണ് ഗൂഢാലോചന? ആ ഗൂഢാലോചന രാഷ്ട്രീയമായിട്ട് അവർ വിലയിരുത്തുമ്പോൾ സതീശൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഈ ഗൂഢാലോചന അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിടണമെന്ന് പറഞ്ഞു. അതായത് രാഷ്ട്രീയമായിട്ട് പറയുമ്പോൾ ഇതിനകത്തിലെ ആദ്യത്തെ ഗൂഢാലോചന എന്ന് പറയുന്നത് മുൻ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനിലേക്കും ഇപ്പോഴത്തെ മന്ത്രിയായ വാസവനിലേക്കും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പ്രശാന്തിലേക്കുമൊക്കെ അന്വേഷണം നീളാൻ തുടങ്ങുന്നു എന്ന് കണ്ടപ്പോഴാണ് സർക്കാർ ഈ അന്വേഷണം അട്ടിമറിക്കാൻ കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്ത് എന്നൊരു ആരോപണമാണ് പ്രമുഖ രാഷ്ട്രീയ നേതാവ് ഉന്നയിച്ചിരിക്കുന്ന. ഒരു നിസ്സാരക്കാരല്ല, പ്രതിപക്ഷ നേതാവെന്ന് മുൻ ആഭ്യന്തരമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല. ഇവരൊക്കെ വെറുതെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള മട്ടിൽ ആരോപണം ഉന്നയിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ശബരിമല തന്ത്രിയുടെ വിഷയത്തിൽ ഇതും കഴിഞ്ഞ് ഇതിനപ്പുറത്തേക്ക് പോകുന്ന വലിയ ഗൂഢാലോചനകളുണ്ടോ എന്ന് നമുക്ക് സംശയിക്കണം. പ്രശാന്ത് ആദ്യം ഒരു അഭിപ്രായം പറഞ്ഞു. അതായത് ശബരിമല ഒരു കോടിക്കണക്കിന് ഹൈന്ദവരുടെ ആരാധനാ കേന്ദ്രമാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ തൊട്ടു തുടങ്ങി ശബരിമലയ്ക്ക് എതിരെയുള്ള നീക്കങ്ങൾ. അത് അവിടെ നിലനിന്ന ആചാരങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് സ്ത്രീ പ്രവേശനം അനുവദിക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് സർക്കാർ പോയി. എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. സർക്കാർ തികച്ചും ആത്മാർത്ഥമായിട്ട് സാമൂഹിക പരിഷ്കരണത്തിനാണെങ്കിൽ കേരളത്തിലെ ഹിന്ദു സംഘടനകളെയും സന്യാസി വര്യന്മാരെയും അതുപോലെ ആചാരാനുഷ്ഠാനങ്ങളിൽ പ്രാഗൽഭ്യമുള്ള ജ്യോതിഷന്മാരെയോ അല്ലെങ്കിൽ തന്ത്രിമാരെയോ പൂജാരികളെയോ ഒക്കെ വിവിധ സമുദായ സംഘടനാ നേതാക്കളെ, ഇപ്പൊ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ശ്രീധരൻ തന്ത്രിയെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവരെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് അവരുടെ അഭിപ്രായം സ്വീകരിച്ചിട്ട് വേണമായിരുന്നു ഇത്തരം ഒരു നീക്കത്തിലേക്ക് നടക്കേണ്ടത്. പകരം തമിഴ്നാട്ടിൽ നിന്നുള്ള മനീതി സംഘത്തെയും ആ മനീതി സംഘത്തെ കൊണ്ടുവന്നതിന്റെ പിന്നിൽ അന്ന് SP ആയിരുന്ന ഹരിശങ്കറും അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിന്റെ പിതാവായ ദേവസ്വം ബോർഡ് മെമ്പറായിട്ടുള്ള ശങ്കരദാസും ഒക്കെ ഉണ്ടായിരുന്നു എന്ന ആരോപണം ഉണ്ടായിട്ടുണ്ട്. ശങ്കരദാസിനെ SIT അറസ്റ്റ് ചെയ്യാൻ എത്ര നാളെടുത്തു? ശങ്കരദാസിന് ഭ്രാന്താണെന്ന് വരെ പറഞ്ഞു വരുത്തി. ശങ്കരദാസിന് ഗുരുതര രോഗമാണെന്ന് പറഞ്ഞു വരുത്തി. എന്നിട്ട് എന്താ ഇപ്പൊ ശങ്കരദാസ് ജയിലിൽ പോയിരിക്കുന്നത്? കോടതി നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ശങ്കരദാസിനെ തൊടാൻ പറ്റിയത്. അപ്പൊ ശങ്കരദാസിന്റെ ധനശേഷിയാണോ? ശങ്കരദാസിന് വലിയ
തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള വലിയ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകളുമായിട്ട് ബന്ധമുള്ള ആളാണ് ശങ്കർദാസ്. ഇതാണോ ശങ്കർദാസിനെ തൊടാൻ മടിച്ചത്? അപ്പോൾ ഇതിൽ മൊത്തത്തിൽ ഒരു വല്ലായ്മയുണ്ട്. ഇവിടെ ചില കാര്യങ്ങളുടെ ഞാൻ പറയാതെ നിർവാഹമില്ല. അതായത് എനിക്ക് തോന്നുന്നത് ഇത് മൊത്തത്തിൽ പിന്നെ ഇവിടെ ഈ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു കാര്യം പറയുക, ഈ CPM എടുക്കുന്ന പുരോഗമനം എന്ന് പറയുന്ന പല നടപടികളും പിന്നോക്ക സമുദായക്കാരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ചില തട്ടിപ്പ് പരിപാടികളാണ്. ഇവിടെ ശബരിമല തന്ത്രിയെ തൽസ്ഥാനത്ത് തന്ത്രി കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് തന്ത്രമെടുത്ത് കളയാൻ, പിന്നെ അതുപോലെ തന്നെ ശബരിമലയെ ക്ഷേത്രത്തിൽ പല വ്യത്യാസങ്ങൾ വരുത്താനും ഒക്കെ ശ്രമിക്കുന്നത്, ഈ ക്ഷേത്രം എന്നതും ആചാരം എന്നുള്ളതും ഒക്കെ ഈ ബ്രാഹ്മണരുമായിട്ട് ബന്ധിപ്പിച്ച ഒരു സംഭവമാണെന്നും ബ്രാഹ്മണർക്കെതിരെ നീങ്ങിയാൽ പിന്നോക്കക്കാരുടെ വോട്ട് കിട്ടുമെന്നും CPMന്റെ പരമ്പരാഗത വോട്ട് ബാങ്കായ ഒരു സമുദായത്തിന്റെ വോട്ട് കിട്ടാൻ ഇത് ധാരാളമാണെന്നും ഒക്കെയുള്ള ഒരു വികട ബുദ്ധിയിൽ നിന്നും ഒരു ശൃഗാല ബുദ്ധിയിൽ നിന്നുമാണ് ഇത്തരം നടപടികളിലേക്ക് എത്തിയെന്ന് ചിലർ പറയും. മറ്റു ചിലർ പറയുന്നു ഈ വലിയ രീതിയിൽ മതപരിവർത്തനം നടത്താനുള്ള തയ്യാറെടുക്കുന്ന ചില സംഘടനകളുമായിട്ട് ഒരു അണ്ടർഹാൻഡ് ഡീലിങ്സ്, അതായത് ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയിട്ട് അവിടെ നിന്നും വലിയ രീതിയിലുള്ള എന്തോ മെച്ചം ഇവർക്ക് കിട്ടിയിട്ടുണ്ടാകണം. ഇപ്പൊ തമിഴ്നാട്ടിലെ മനീതി സംഘം പോലുള്ളവ ഇവിടെ കയറി ഇടപെടാൻ വന്നതിൽ നിന്ന് തന്നെ അങ്ങനത്തെ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമുണ്ടോ എന്ന് സംശയിക്കാനുള്ള ന്യായം നൽകുകയാണ്. ഇവിടെ ഈ പിന്നെ SIT ദൗർഭാഗ്യവശാൽ അതിന്റെ ക്രെഡിബിലിറ്റി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരിക്കും. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സത്യം പറഞ്ഞാൽ പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശുദ്ധമാണെന്നും പിന്നെ ഈ ആരോപണങ്ങൾ, അതായത് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാതിരുന്നത്, മുൻ മന്ത്രിമാരെ ചോദ്യം ചെയ്തിട്ട് അത് എവിടെയോ നിന്നുപോയത്, ഒരു തെളിവുമില്ലാതെ ഒരു വ്യക്തിയെ, പൂജാരിയെ അറസ്റ്റ് ചെയ്തിട്ട് കോടതിയുടെ പരാമർശത്തിന് വരെ ഇടയാക്കിയത്, മൊത്തം പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കിയത്, ഇതൊക്കെ തന്നെ ഒരുപാട് ഗൂഢാലോചനകളിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവും പറയുമ്പോൾ ഇനിയിപ്പോൾ അവരെ നമുക്ക് അവിശ്വസിക്കാൻ പറ്റില്ല. ദൗർഭാഗ്യവശാൽ ഈ ഹിന്ദുക്കളുടെ സംരക്ഷകരായ BJP ഈ വിഷയത്തിൽ വേണ്ട ശക്തമായി പ്രതികരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രശാന്ത് എന്ന് പറയുന്നു. തീർച്ചയായിട്ടും BJPയുടെ തണുപ്പൻ പ്രതികരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ NSSഉം ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അതായത് സ്വാർത്ഥ താല്പര്യത്തിനായിട്ട് ചില സംഘടനകൾ ഇതിൽ നിന്നു. എനിക്കിവിടെ തോന്നുന്നത് ഈ ഇത്തരം വിഷയങ്ങളിലൂടെ CPMന് അധികാരത്തിൽ വരാൻ പറ്റുമെങ്കിൽ സാധിക്കട്ടെ എന്ന് വിചാരിച്ച് ആരെങ്കിലും കണ്ണടയ്ക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ണടയ്ക്കുന്ന വ്യക്തികൾ നടത്തുന്ന രാഷ്ട്രീയ ആത്മഹത്യയായിരിക്കും. പിണറായി വിജയന് വേണ്ടി കണ്ണുനീര് ചൊരിയാനായിട്ട് കേരളത്തിൽ ഇന്ന് ആർക്കും ഒരു തുള്ളി കണ്ണുനീര് പോലുമില്ല. ഈ വിശ്വാസ കേന്ദ്രമായ ശബരിമല തകർക്കാനായിട്ട് 10 കൊല്ലമായിട്ടുള്ള ശ്രമം ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് കനത്ത തിരിച്ചടിയായിട്ടാണ്. മനസ്സിലായി? ഇത് എനിക്ക് ഇതാണ് പറയാനുള്ളത്. ഇതിന്റെ പിന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ആരാണ് അങ്ങ് രണ്ടാമത് ചൂണ്ടിക്കാണിച്ച വിഷയം മതപരിവർത്തന ലോബികളുടെ പരിശ്രമം? അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതേതാണ്ട് ഈ ഐക്യകേരളം രൂപീകരിക്കുന്ന ആ കാലത്ത് തന്നെ നമുക്കറിയാം. ശബരിമല തീവയ്പ്പ് കേസ്, പിന്നീട് അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിലധികമായി 6 7 പതിറ്റാണ്ടായി ശബരിമലയെ നശിപ്പിക്കാൻ വേണ്ടി, തകർക്കാൻ വേണ്ടിയിട്ടുള്ള കുൽസിത ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ പറയണം. ആ ശ്രമങ്ങൾക്ക് ഇപ്പോൾ ഈ ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ ചൂട്ടുപിടിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ തന്ത്രിയുടെ അറസ്റ്റിലൂടെ നമ്മൾ കണ്ടിരിക്കുന്നത് എന്ന് വേണം അനുമാനിക്കാൻ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങേക്ക് അഭിപ്രായം പറഞ്ഞ് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും 1950കളിൽ ക്ഷേത്രം തീവച്ച് നശിപ്പിച്ചതും ബിംബം വെട്ടിപ്പിളർന്നതും അത് കേരളത്തിലെ വിശ്വാസികൾ മറന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം നിലയ്ക്കൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ ചിലർ ശ്രമിച്ചു. സ്വാമി സത്യാനന്ദ സരസ്വതി പോലുള്ളൊരു ധീരനായ പോരാളി അന്ന് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് അത് നടക്കാതിരുന്നത്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സമൂഹത്തെ മുച്ചൂടെ മതപരിവർത്തനം നടത്താനായിട്ട് ശ്രമിക്കുന്ന ചില ശക്തികളുണ്ട്. അവർക്ക് തടസ്സം ശബരിമലയാണ്. കാരണം ശബരിമലയോടനുബന്ധിച്ച് എല്ലാ വർഷവും നടക്കുന്ന 1 മാസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ, ആ കാലഘട്ടത്തിൽ മതപരിവർത്തനം നടത്തുന്നവർക്ക് അങ്ങോട്ടെങ്ങും പ്രവേശനമില്ല. മാത്രമല്ല വിശ്വാസത്തെ ഒരു ഉറപ്പിക്കുമല്ലോ ഒരു വിഗ്രഹം പ്രദർശിക്കുമ്പോൾ, അത് തന്നെ ആ അഷ്ടബന്ധം ഇട്ട് ഉറപ്പിക്കുന്ന, അതുപോലെ ദക്ഷിണേന്ത്യയിലെ ഹിന്ദുവിന്റെ വിശ്വാസത്തെ അഷ്ടബന്ധം ഇട്ട് ഉറപ്പിക്കുന്ന ഒരു മഹാ പ്രസ്ഥാനമാണ് ശബരിമല. ആ ശബരിമല തീർത്ഥാടനം
ആ തീർത്ഥാടനത്തെ അട്ടിമറിക്കാതെ ഈ ദക്ഷിണേന്ത്യയെ വെട്ടിമുറിക്കാൻ പറ്റില്ല. അവരുടെ ലക്ഷ്യം കട്ടിംഗ് സൗത്ത് തന്നെയാണ്. അത് ദൗർഭാഗ്യവശാൽ കേരളത്തിലെ BJP ആ ആഴങ്ങളിലേക്ക് ഇറങ്ങാതെ ഉപരിപ്ലവമായിട്ട് ഇംഗ്ലീഷിൽ പറയും മയോപിക് വിഷൻ എന്ന്, തൽക്കാലം എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമോ എന്ന് കരുതിയിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ആ രീതിയിലാണ് BJP മുന്നോട്ട് പോകുന്നതെങ്കിൽ ദൗർഭാഗ്യവശാൽ മണ്ണും ചാരി നിൽക്കുന്ന UDF കേരളത്തിലെ വോട്ടും കൊണ്ടുപോകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഈ കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് പുറത്തു വരട്ടെ. ഈ തന്ത്രിയുടെ അറസ്റ്റിന് പിന്നിൽ ഊതി വീർപ്പിച്ച ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും മാത്രമാണെന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. തന്ത്രിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ SIT കൊണ്ടുവരട്ടെ. ഇനി എന്ത് കൊണ്ടുവരാൻ എന്ന ചോദ്യവും കൂടി ഇവിടെ ഉയരുന്നുണ്ട്. ഇതുവരെ കൊണ്ടുവരാത്ത ഏത് തെളിവാണ് ഇനി കൊണ്ടുവരാൻ പോകുന്നത്? എന്തായാലും സർക്കാർ തീക്കൊള്ളിയെടുത്ത് തലചൊറിയുകയാണ്. തന്ത്രിയുടെ അറസ്റ്റിൽ അത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ശബരിമലയെ തൊട്ട് കളിച്ചവരാരും രക്ഷപ്പെട്ട ചരിത്രമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അത് അങ്ങ് പറഞ്ഞതുപോലെ 1950കളിൽ നടന്ന തീവയ്പും വിഗ്രഹം വെട്ടിപ്പൊളിച്ചതും ഒക്കെയായ ആ ചരിത്രത്തിലേക്ക് നമ്മൾ പിന്തിരിഞ്ഞു നോക്കിയാൽ അത് മനസ്സിലാകും. അതുകൊണ്ട് പിണറായി സർക്കാരിനോടും പൊതുവെ കേരളത്തിലെ ജനങ്ങൾക്ക് പറയാനുള്ളത്, വിശ്വാസി സമൂഹത്തിന് പറയാനുള്ളത്, ഈ അന്യായം ഇനിയെങ്കിലും അവസാനിപ്പിക്കൂ. കാര്യങ്ങൾ സത്യസന്ധമായി ചെയ്യൂ. അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ സർവനാശത്തിന് കാരണമായി തീരും. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.